ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6ൻ്റെ ന്യൂ SCERT ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. സ്റ്റാൻഡേർഡ് 5ൻ്റെ ബേസിക് സയൻസും സോഷ്യൽ സയൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം. വിവിധതരം ആഹാരങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും എന്തൊക്കെ ഘടകങ്ങളാണ് ആഹാരത്തിനകത്തുള്ളതെന്നൊക്കെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കിയാലോ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. അപ്പോൾ എന്താണ് പോഷകങ്ങൾ? നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകൾ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പം ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? പോഷകങ്ങൾ എന്താണ്, അത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുന്നു. നോക്കിയാലോ. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അപ്പം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇനി അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് നാരുകൾ എന്നിവയെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും കൂടുതലായിട്ടുള്ളത് എന്താണ്? അന്നജമാണ്. ഓക്കെ, ഇനി ഒരു കുട്ടി അവിടെ നിന്നൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്നും പാല് കുടിക്കാറുണ്ട്, പാലിൽ നിന്നും അന്നജം ലഭിക്കുമോ എന്ന്. അപ്പം നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അന്നജം കണ്ടുപിടിക്കുന്നത് അയഡിൻ ടെസ്റ്റിലൂടെയാണ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പം അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും അന്നജവും അയഡിനുമായിട്ട് മിക്സ് ആക്കുക. അപ്പം ഇരുണ്ട നീല നിറം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് അന്നജത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതാണ് അയഡിൻ ടെസ്റ്റ്. ഓക്കെ, അടുത്തത് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ്. എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് UN ആചരിക്കുന്നത്? 2023 ആയിരുന്നു അല്ലേ? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് UN ആചരിച്ചത്. ഓക്കെ, എന്താണ് ചെറുധാന്യങ്ങൾ? പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. അപ്പം ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ഓക്കെ, അടുത്തത് പ്രോട്ടീനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് അമ്മ വന്നിരുന്ന് പറയുകയാണ്, കുട്ടിക്ക് എപ്പോഴും ക്ഷീണമാണ്. അപ്പം ഡോക്ടർ എന്ത് പറയുന്നു? മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം തുടങ്ങിയ പാല് തുടങ്ങിയ ആഹാരങ്ങൾ കുട്ടിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുകയാണ്. അപ്പം പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടിക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത്. ഓക്കെ, എന്താണ് പ്രോട്ടീൻ? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ശരീര നിർമ്മിതിക്കും, ബോഡി ബിൽഡ് ചെയ്യാനും ഗ്രോത്തിന്, വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എനർജി, ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന സോഴ്സായിരുന്നു കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ ആണെങ്കിലോ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. എന്തിനൊക്കെ ആവശ്യമാണ്? പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഓരോ സെൻറ്റൻസും എടുത്തിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് സെൻറ്റൻസ് ഇങ്ങനെ എടുത്തെടുത്ത് വായിക്കുന്നത്. ഓക്കെ, നമ്മൾ 3-4 വട്ടം വായിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ മനസ്സിലങ്ങ് പതിയും. അപ്പം പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോട്ടീൻ്റെ കുറവ് മൂലം കോശിയോക്കർ, മറാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. കോശിയോക്കർ, മറാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ്. ഓക്കെ, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെ. പ്രോട്ടീൻ്റെ
കുറേ സോഴ്സ് ഓഫ് ഫുഡ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ചെറുപയർ, പനീർ, നട്ട്സ് ഉണ്ട് അല്ലേ, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, അതുപോലെ തന്നെ മാംസം, മത്സ്യം, മുട്ട, പാലക്ക പ്രോട്ടീൻ്റെ റിച്ച് സോഴ്സാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫാറ്റിനെ കുറിച്ച് പറയുവാണേ. കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് അത്യാവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. ഓക്കെ, സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. നോക്കിയ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പുകൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ കുട്ടികളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എണ്ണ അല്ലേ, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് സസ്യത്തിൽ നിന്നുള്ളതാണ്. നെയ്യ് മൃഗത്തിൽ നിന്നുള്ളതാണ്. അതേപോലെ മീൻ ഗുളികയാണ്, അതെ മീൻ ഗുളിക, ബട്ടർ, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അടുത്തത് കൊളസ്ട്രോൾ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. ഇനി വിറ്റാമിനുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഓക്കെ, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകാം. എന്താണ് മോണയിലെ രക്തസ്രാവം? എന്താണത്? സ്കർവിയാണ് അല്ലേ, സ്കർവി. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ വേണം? വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ഓക്കെ, അതാണ്ട് വിറ്റാമിൻസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, വിറ്റാമിൻ എ എന്തിനൊക്കെ ആവശ്യമാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. എന്താണ് വിറ്റാമിൻ എ? വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ ബി എന്തിനെല്ലാം ആവശ്യമാണ്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഓക്കെ, വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഓക്കെ, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എയും ബിയും ആണ് അല്ലേ. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം? കോശിയോക്കർ, മരാസ്മസ്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എയും ബിയും ആണ് അല്ലേ. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകാം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും കുറയും. ഓക്കെ, ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ല് ദുർബലമാവുകയോ മൃദുലമാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായ പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം വിറ്റാമിൻ ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കിയേ, എന്തിനൊക്കെയാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആവശ്യമായിട്ട് വരുന്നത്? ചുവന്ന രക്താണുക്കളുടെ വളർച്ച, RBCസിൻ്റെ ഗ്രോത്തിന്, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഒന്നുകൂടെ നോക്കിയേ, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ത് കഴിക്കണം? വിറ്റാമിൻസ് അടങ്ങിയ ഫുഡ് കഴിക്കണം അല്ലേ. അപ്പം അതിനെക്കുറിച്ചുള്ള ടേബിൾ കൊടുത്തിരിക്കുകയാണ്. വിറ്റാമിൻ എ എന്തിനകത്തൊക്കെ ഉണ്ട്? മത്സ്യം, ക്യാരറ്റ്, പാല്, എല്ലാത്തിലും, കരൾ, എല്ലാത്തിലും വിറ്റാമിൻ എ ഉണ്ടല്ലേ. വിറ്റാമിൻ ബി ആണെങ്കിൽ മട്ടേരി, ചീര, തവിടടങ്ങിയ ആഹാരങ്ങളിലും ഇലക്കറികളിലുമൊക്കെ വൈറ്റമിൻ ബി ഉണ്ട്. വിറ്റാമിൻ സി ആണെങ്കിൽ ഫ്രൂട്ട്സിനകത്തുണ്ട് അല്ലേ. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സിനകത്ത് വിറ്റാമിൻ സി ധാരാളമായിട്ടുണ്ട്. വിറ്റാമിൻ ഡി ആണെങ്കിലോ മത്സ്യം, പാല്, മുട്ട തുടങ്ങിയവയ്ക്കകത്ത് വിറ്റാമിൻ ഡി ഉണ്ട്. വിറ്റാമിൻ ഇ ആണെങ്കിൽ സീഡ്സിനകത്തുണ്ട് അല്ലേ. നിലക്കടല, ബദാം, അണ്ടിപ്പരിപ്പ് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് വിറ്റാമിൻ ഇ ധാരാളമുണ്ട്. ഇനി വിറ്റാമിൻ കെ ഉള്ളതാണെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസിനകത്ത് വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? വൈറ്റമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഓക്കെ, അപ്പം വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്താണ്? കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മിനറൽസിനെ കുറിച്ച് പറയുകയാണേ. അവിടെ ഒരു കുട്ടീനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് വേണ്ടിയിട്ടാണ് അയൺ ഗുളിക കൊടുക്കുന്നതിനാണ്? അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പം അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് എന്താണ്? അനീമിയ ആണല്ലേ, അനീമിയ. ഓക്കെ, ഇനി പ്രധാന ധാതുക്കൾ, അവ അടങ്ങിയിരിക്കുന്ന ആഹാരം, അതിൻ്റെ ഇമ്പോർട്ടൻസും കൊടുത്തിരിക്കുകയാണ്. അയൺ എന്തിനകത്തൊക്കെ ഉണ്ട്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ ഇവയിലെല്ലാം ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട്. രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇനി കാൽസ്യം ആണെങ്കിലോ? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ കാൽസ്യം ധാരാളമുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഇനി അയഡിൻ ആണെങ്കിൽ കടൽ വിഭവങ്ങളിലാണ് ധാരാളമായിട്ടുള്ളത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികളെടുത്ത് ചോദിച്ചേക്കുവാണ്. രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയൺ ആണല്ലേ. ഇത് ലഭിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഇലക്കറികൾ, അതുപോലെ തന്നെ ശർക്കര, മത്സ്യം, കരൾ എന്നിവ ഉൾപ്പെടുത്തണം. ഇനി കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അയഡിൻ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മുട്ടയും പാലും ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലിനും പല്ലിൻ്റെയും ആരോഗ്യത്തിനെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി ഹിമോഗ്ലോബിനെ കുറിച്ചൊരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹിമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹിമോഗ്ലോബിനാണ്. എന്താണ്? രക്തത്തിൽ എത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹിമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹിമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഓക്കെ, ഇനി ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാകും? നിശാന്തതയുണ്ടാകും. വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം എന്തുണ്ടാകും? ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും ഉണ്ടാകും. ഓക്കെ, ഗ്ലോസിറ്റിസ് എന്ന് പറയും. ചിലപ്പം ചില ടൈമിലൊക്കെ ചില സീസൺസിലൊക്കെ നമുക്ക് വരുന്നതാണ് അല്ലേ, നാക്കിലെ തൊലി പോയിട്ട് നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? ഗ്ലോസിറ്റിസ് എന്നാണ്, ഗ്ലോസിറ്റിസ്. ഓക്കെ, അതേപോലെ വായ്പുണ്ണുണ്ടാകാറുണ്ട്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം വായ്പുണ്ണുണ്ടാകാറുണ്ട്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം എന്താ ഉണ്ടാകും? മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ സ്കർവി ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം എന്താ ഉണ്ടാകും? കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. ഇനി വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? എന്താണ്? തവിടുള്ള ആഹാരങ്ങൾ കഴിക്കണം അല്ലേ, തവിടടങ്ങിയ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. അതുപോലെ ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. ഓക്കെ, ഇനി നിശാന്തത എന്താണെന്ന് പറയുവാണേ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടാകില്ല. എന്താണ്? നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടാകില്ല. വെളിച്ചമുള്ളപ്പം അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇരുണ്ട സമയങ്ങളിലും അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ അവർക്ക് കാഴ്ച പ്രോപ്പർ ആയിരിക്കില്ല. അതാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ധാതുക്കൾ അപര്യാപ്തത രോഗങ്ങൾ. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകും അനീമിയ ഉണ്ടാകും അഥവാ വിളർച്ച ഉണ്ടാകും. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകും. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ്? ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, വീണ്ടും അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഓസ്റ്റിയോപോറോസിസ് എന്താണെന്ന് നോക്കിയേ. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എന്താണ് അസ്ഥിക്ഷയം? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ,
അല്ലെങ്കിൽ എന്തെന്ന് പറയും? അസ്ഥിക്ഷയമെന്ന് പറയും. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അടുത്ത ഇനി ഗോയിറ്റർ നോക്കിയേ. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. ഇതാണ് തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? കടൽ വിഭവങ്ങളിൽ നിന്നാണ്. പോഷകേതര ഘടകങ്ങൾ. വാഴപ്പിണ്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നാരുകളെക്കുറിച്ചാണ് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. എന്താണ് നാരുകൾ? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല. എങ്കിലും ദഹനം, വൻകുടലിലൂടെയുള്ള വിസർജ്യങ്ങളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പം എന്താണ്? നാരുകളെന്ന് പറയുന്നത് പോഷക ഘടകമല്ല, പക്ഷേ എന്തിന് ഹെൽപ്ഫുള്ളാണ്? ദഹനത്തിനും വൻകുടലിലൂടെയുള്ള വിസർജ്യങ്ങളുടെ പുറന്തള്ളലിനുമൊക്കെ നാരുകൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനി നാരുകൾ കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് മുതലായവ. ഓക്കെ. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തത് എന്നാൽ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതുമായ നാരുകളാണ് എന്ത്? സെല്ലുലോസാണ് നാരുകളെന്ന് പറയുന്നത്. ഓക്കെ, സെല്ലുലോസാണ് നാരുകൾ. ഓക്കെ. ഇനി മാമ്പഴം കൊടുത്തിട്ടുണ്ട്. അപ്പം മാമ്പഴം മുറിച്ച് കഴിക്കുന്നതാണോ അതോ ജ്യൂസാക്കി കഴിക്കുന്നതാണോ കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാകാൻ നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുട്ടികളുടെ അടുത്ത് കേട്ടോ. എന്താണ്? എപ്പോഴും മുറിച്ച് കഴിക്കുന്നതാണ് നല്ലതല്ലേ? ഇനി ജലത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇനി സമീകൃതാഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃതാഹാരം. ഓക്കെ. ഇനി ഫുഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ഫുഡും എത്ര അളവിലാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. 400 ഗ്രാം ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയോളം എന്താണ് വേണ്ടത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് വേണ്ടത്. 400 ഗ്രാം പച്ചക്കറി, 100 ഗ്രാം പഴങ്ങൾ. ഇനി പയറുവർഗ്ഗങ്ങളും മുട്ടയും മത്സ്യമാണെങ്കിൽ 85 ഗ്രാം. പാല് അല്ലെങ്കിൽ തൈര് എത്ര വേണം? 300 ml വേണം. അണ്ടിപ്പരിപ്പുകൾ അല്ലെങ്കിൽ വിത്തുകൾ എത്ര വേണം? 30 ഗ്രാം വേണം. കൊഴുപ്പ് 27 ഗ്രാം. ധാന്യങ്ങൾ എത്രയാണ്? 250 ഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഫുഡ് കഴിക്കേണ്ടത്. ഓക്കെ. ഇനി കലോറിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കലോറി? ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പുരുഷന് എത്രയാണ് കാലറി വേണ്ടത്? 1900 മുതൽ 2400 കലോറി വരെ പുരുഷന് വേണം. അതിന് സ്ത്രീക്കാണെങ്കിലോ, ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. പുരുഷനാണെങ്കിൽ 1900 മുതൽ 2400 വരെയും, സ്ത്രീകൾക്കാണെങ്കിൽ 1600 മുതൽ 2000 കാലറി വരെയാണ് ഒരു ദിവസം ആവശ്യമായിട്ട് ഉള്ളത്. ശാരീരിക അധ്വാനം ഉള്ളവർക്കാണ് കേട്ടോ. ഇനി ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കാലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ഓക്കെ. ഇനി ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം ഒരു 750 കാലോറി ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി പച്ചക്കറി മുറിച്ചതിന് ശേഷമാണോ കഴിക്കുക? മുറിച്ചതിന് ശേഷം കഴുകാൻ പാടുണ്ടോ വേണ്ട എന്നൊക്കെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല. എന്താണ്? അതിൻ്റെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാലും കുറേ അധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് സിലബസിനകത്തുള്ള വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം ഓരോ കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ ഡെഫിനിഷനുകളും
പിന്നെ ആ വിറ്റാമിൻസും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ആ ടേബിൾ കൊടുത്തിരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് വായിച്ച് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനലിലൂടെ PSCയുടെ PYQ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. 10th +2 ഡിഗ്രി ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. റീസെൻ്റായിട്ട് നടന്ന PYQs ആണ് എടുത്ത് ചെയ്യുന്നത്. ഇപ്പം 2025ലെയും 2026ലെയും റീസെൻ്റായിട്ട് നടന്ന PYQs നമ്മളൊരു 28ഓളം PYQs ചെയ്ത് തീർത്തിട്ടുണ്ട്. വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ആണെന്നേ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം നഷ്ടമാവില്ല. ഡെയിലി ഒരു PYQ വെച്ച് കേട്ടുപോയാൽ തന്നെ PSCയുടെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.